നമസ്കാരം. നിരവധി ആരാധകരുള്ള തെന്നിന്ത്യൻ സൂപ്പർ നായികയാണ് നയൻതാര. മനസ്സിനാക്കര എന്ന മലയാള ചിത്രത്തിലൂടെ എത്തി ഇന്ന് തെന്നിന്ത്യയുടെ ലേഡി സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിൽക്കുകയാണ് ആരാധകരുടെ സ്വന്തം നയൻസ്. സിനിമ പോലെ തന്നെ നയൻതാരയുടെ വ്യക്തി ജീവിതവും എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. താരത്തിന്റെ പ്രണയങ്ങളും വിവാഹവും ഒക്കെ വാർത്തയായി മാറിയിരുന്നു. 2022 ജൂൺ 9-നായിരുന്നു നയൻതാര സംവിധായകൻ വിഘ്നേഷ് ശിവനെ വിവാഹം ചെയ്തത്. 20 വർഷത്തെ സിനിമാ ജീവിതത്തിന്റെ ഏറ്റവും കൂടുതൽ ഗോസിപ്പുകൾ ഇടം പിടിക്കുകയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള നടിയാണ് നയൻതാര. നടിയുടെ പ്രൊഫഷണൽ ലൈഫിനേക്കാൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് സ്വകാര്യ ജീവിതമാണ്. 2 വർഷം മുമ്പായിരുന്നു സംവിധായകൻ വിഘ്നേഷ് ശിവനുമായുള്ള വിവാഹം. 6 വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷം നടന്ന വിവാഹം ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങളെ അടക്കം ക്ഷണിച്ച് ആഘോഷമായാണ് നയൻതാരയും വിഘ്നേഷും നടത്തിയത്. വിവാഹം കഴിഞ്ഞ് വൈകാതെ തന്നെ രണ്ടുപേർക്കും ഇരട്ടക്കുട്ടികൾ പിറന്നു. തങ്ങളുടെ ആൺമക്കൾക്ക് ഉയർ, ഉലക് എന്നിങ്ങനെയാണ് നയൻതാരയും വിഘ്നേഷും പേര് നൽകിയിരിക്കുന്നത്. സറോഗസിയിലൂടെയായിരുന്നു ഇരുവർക്കും കുഞ്ഞുങ്ങൾ പിറന്നത്. തെന്നിന്ത്യൻ താരങ്ങളിൽ ആദ്യമായി സറോഗസിയിലൂടെ കുഞ്ഞിന് ജന്മം നൽകിയ താരദമ്പതികളാണ് നയൻതാരയും വിഘ്നേഷും. അതുകൊണ്ട് തന്നെ അന്ന് അത് വലിയൊരു വാർത്തയായിരുന്നു. എന്തിനേറെ തമിഴ്നാട് ഗവൺമെന്റ് പോലും സറോഗസി നിയമങ്ങൾ നയൻതാര പാലിച്ചോ എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം വരെ നടത്തിയിരുന്നു. പക്ഷെ എല്ലാം മുൻകൂട്ടി കണ്ട് നിയമത്തിന്റേതായ വഴിക്ക് തന്നെയാണ് താരദമ്പതികൾ നീങ്ങിയത്. അതോടെ വിവാദങ്ങളും കെട്ടടങ്ങി. 1 വയസ്സാകും വരെ മക്കളെ മീഡിയയ്ക്ക് മുമ്പിൽ ഇരുവരും കൊണ്ടുവന്നിരുന്നില്ല. 1-ാം പിറന്നാൾ ദിനത്തിലാണ് കുഞ്ഞുങ്ങളുടെ ആദ്യ ചിത്രങ്ങൾ ഇരുവരും സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടത്. ഇപ്പോൾ ഉയരിനും ഉലകിനും 2 വയസ്സാണ് പ്രായം. സിനിമാ തിരക്കുകളിൽ നിന്നും തിരികെ വീട്ടിലേക്ക് ഓടിയെത്താൻ നയൻസിനെയും വിഘ്നേഷിനെയും ഏറ്റവും കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഘടകം മക്കളാണ്. സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മക്കളെ നയൻതാര ഒപ്പം കൂട്ടാറുണ്ട്. 2 മക്കൾക്കൊപ്പം എയർപോർട്ടിൽ വന്നിറങ്ങി നടന്നു പോകുന്ന നയൻതാരയാണ് വീഡിയോയിലുള്ളത്. അതിൽ നയൻതാരയുടെ കുട്ടിക്കാലത്തെ രൂപവുമായി സാദൃശ്യമുള്ള മകനെയാണ് നടി എടുത്തിരിക്കുന്നത്. അത് ഉയരാണോ ഉലകാണോ എന്നത് വ്യക്തമല്ല. കാരണം ആരുടെ പേരാണ് ഉയർ, ആരുടെ പേരാണ് ഉലക് എന്നതും നയൻസും വിക്കിയും വെളിപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു കുഞ്ഞിനെ നയൻതാരയുടെ സഹായിയായ പെൺകുട്ടിയാണ് എടുത്തിരിക്കുന്നത്. വീഡിയോ വൈറലായതോടെ നയൻതാര എപ്പോഴും എടുക്കാൻ ഇഷ്ടപ്പെടുന്നതും കൊഞ്ചിക്കുന്നതും നടിയുടെ കുട്ടിക്കാലത്തെ രൂപവുമായി സാദൃശ്യമുള്ള മകനെയാണെന്നും ഇത് പലപ്പോഴായി വീഡിയോയിലും ചിത്രങ്ങളിലും വ്യക്തമായി കണ്ടിട്ടുള്ളതുമാണ് ആരാധകരിൽ ചിലർ കുറിച്ചത്. നയൻതാരയ്ക്കൊപ്പം വിഘ്നേഷ് ശിവനും ഉണ്ടെങ്കിലും 2 മക്കളെയും ഇരു കൈകളിലും എടുത്താണ് വിഘ്നേഷ് നടക്കാറുള്ളത്. അടുത്തിടെ മീഡിയയെ കണ്ടപ്പോൾ മാത്രം സഹായിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയതിനും സോഷ്യൽ മീഡിയ നടിയെ വിമർശിച്ചിരുന്നു. നയൻതാരയും വിഘ്നേഷും നോർമൽ പീപ്പിൾ അല്ലല്ലോ, അപ്പോൾ എല്ലാം ഇതുപോലെ വിചിത്രമായിരിക്കുമെന്നും കമന്റുകളുണ്ട്. മക്കളുടെ വസ്ത്രത്തോട് ട്വിന്നിങ് ചെയ്തുള്ള കോഡ് സെറ്റും ക്യാപ്പുമായിരുന്നു നയൻതാരയുടെ വേഷം. അതേസമയം ഡോക്യുമെന്ററി റിലീസിനു ശേഷം കേസും വിവാദവും നയൻതാരയെ വിട്ടൊഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ധനുഷുമായി ബന്ധപ്പെട്ട കേസിൽ ചില തിരിച്ചടികളും കഴിഞ്ഞ ദിവസം നടിക്കുണ്ടായി.